ഗൈസ് ഇന്ന് 9:16 ഇറങ്ങിയേക്കണത്. ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ഇന്നലെ നമ്മുടെ വണ്ടി സർവീസിന് കയറ്റിയായിരുന്നു. വണ്ടി സർവീസിന് കയറ്റി കുട്ടപ്പനായിട്ട് ഇട്ടേക്കണേണ്ട. സായി സർവീസിലാണ് കയറ്റിയത്. 20,000 സർവീസായിരുന്നു കേട്ടോ. 20,000 ആണോ വണ്ടി വെറുതെ ഗുമ്മെന്നിരിക്കണേ സെറ്റായിട്ട്. നമുക്ക് ആദ്യം തോപ്പമ്പടിയിൽ പോയി CNG അടിക്കണം കേട്ടോ. പിന്നെ അമ്മനെ ഒന്ന് ബാങ്കിൽ ഡ്രോപ്പ് ഇടണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ ഊബറും ഒക്കെ നമുക്ക് ഓണാക്കാം. അപ്പോൾ മച്ചാൻ വരെ വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. മത വെക്കാത്തോളണേ, ഇന്ന് നല്ല ട്രിപ്പ് കിട്ടണേ. വണ്ടി നല്ല അടിപൊളി കുട്ടപ്പനാക്കി ഇട്ടണം കേട്ടോ. സെറ്റാക്കി ഇടണം വണ്ടി. ഓക്കെ, ലെറ്റ്സ് ഗോ. കറക്കങ്ങാട്ട് യെസ്, ഒടിഞ്ഞിട്ടില്ല. അത് സോ അമ്മനെ ഇവിടെ ഡ്രോപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ CNG അടിക്കാൻ വേണ്ടി പോവാട്ടാ. ഏറ്റത്തിൽ കയറ്റി നിർത്തിയത് ആണ്ടാ സീനാവും. 2 കട്ടയൊക്കെ ഉള്ളൂ. ചിലപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ വല്ല ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എല്ലായിടത്തോട്ടും ഓട്ടം എടുക്കാൻ വേണ്ട. എയർപോർട്ടെങ്കിൽ എയർപോർട്ട്, അവിടെ പോയി പോസ്റ്റ് അടിച്ച് കിടന്നുറങ്ങാലോ. അപ്പോൾ നമുക്ക് പോവാം, CNG അടിക്കാം. എന്നിട്ട് നമുക്ക് ഓണാക്കാട്ടാ. പോച്ചോട്ടോ സമയമില്ല കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ആക്സിസ് ബാങ്ക്. ചലോ പെട്ടെന്ന് ചലോ. CNG ഉണ്ടാവരുതല്ലേ അവിടെ ചെല്ലുമ്പോ. സ്റ്റൈലായി ചലോ. തുള്ളിയലയും മനസ്സ്. ന്യൂ ഇയറും കാർണിവലൊക്കെ കഴിഞ്ഞ് കൊച്ചി ശാന്തമായി ഗൈസ്. കണ്ടോ സീരിയസ് ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പുറത്തെ സൈഡ് അഴിച്ചിട്ടാ, ഈ സൈഡ് അഴിച്ചിട്ടില്ല. ഇന്നലത്തെ കാർണിവലും കൂടി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ അഴിച്ചിട്ടാ. നമുക്ക് തോപ്പുംപടിയിൽ ഇവിടെ മാത്രം ഉള്ള CNG. പിന്നെ അപ്പുറത്ത് കുണ്ടന്നൂർ പോകണം, അല്ലെങ്കിൽ പിന്നെ അരൂര് പോകണം. അവിടെ നിന്നൊരു ബോട്ട് പോകണണ്ട. കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും മാക്സിമം ഞാൻ കാണിച്ചില്ല. കാണാണ്ട ബോട്ട് കാണാണ്ട. ബോട്ട് മാതാ. അങ്ങ് ദൂരെ കപ്പലുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൂന്ന് വണ്ടിയുണ്ട് കേട്ടോ. 1, 2, ഞാൻ മൂന്നാമതാണ്. വണ്ടി അടിച്ചുള്ള പോസ്റ്റ്. നെക്സ്റ്റ് പോസ്റ്റ് അപ്പോൾ 9:47 നമ്മൾ പരിപാടി തുടങ്ങാനാണ്. നമുക്കൊന്ന് ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, CNG അടിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് റിമൈൻഡേഴ്സ് വന്നിട്ടുണ്ട്. യുവർ അക്കൗണ്ട് ഈസ് അറ്റ് റിസ്ക് വന്നിട്ടുണ്ട്. യു ആർ അൺഏബിൾ ടു റിസീവ് ക്യാഷ് ട്രിപ്പ് വന്നിട്ടുണ്ട്. അതായത് വല്ലപ്പോഴൊക്കെ ഓടണേ. 235 രൂപ മേക്ക് പേയ്മെൻറ്റ്. ഗൈസ് ഇതൊന്നും ഞാൻ പേയ്മെൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ഫണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിൻ്റെ റിസ്ക് ഒക്കെ മാറിയിട്ടോ. സോ ഇനി നമുക്ക് നൈസായിട്ട് പതുക്കെ എല്ലാം ചെയ്യാം. കുറേ മെസ്സേജ് വന്ന് നടക്കണ്ട. എങ്ങനെയെങ്കിലും ഓടുന്ന് പറഞ്ഞ് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്.
ക്യാഷ് ട്രിപ്പുകൾ, ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രിപ്പുകൾ, അതൊന്നും വായിച്ചു നോക്കണില്ല. നമുക്കിപ്പോൾ എന്തായാലും ഓൺലൈനായിട്ടുണ്ട്. ഫൈൻഡിങ് ട്രിപ്സ് ഒന്നുമില്ലല്ലോ, ഒന്നും കൂടി ഓഫ്ലൈനായിട്ട് ഓണാക്കാം. ഓക്കെ, ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി എല്ലാം വരുന്നത് പോലെ ഇന്ന് 3-ാം തീയതി, അതായത് ഈ വർഷത്തെ ഫസ്റ്റ് ട്രിപ്പ് ആരാണ് എടുക്കാൻ പോണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതുവരെ ഞാൻ ട്രിപ്പ് എടുത്തിട്ടില്ല. 3-ാം തീയതിയായി, 1-ാം തീയതി അങ്ങനെ പോയി, 2-ാം തീയതി ഇങ്ങനെ പോയി, ഇപ്പം 3-ാം തീയതിയാണ് ഞാൻ തുടങ്ങിയേക്കണത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ KL43 അസോസിയേഷനിലെ ഒരു മെമ്പർ വരുന്നുണ്ട് കേട്ടോ. വണ്ടികളെല്ലാം CNG അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ട്രിപ്പ് കിട്ടൂല, നമുക്ക് തോപ്പുംപടി ഭാഗത്തോട്ട് പോവാം, അല്ലെങ്കിൽ രക്ഷ ഉണ്ടാവില്ലടാ. ഇവിടെ തന്നെ ഇപ്പോൾ അത്ര ഉണ്ടാവുള്ളൂ. ലെറ്റ്സ് ഗോ ടു തോപ്പുംപടി പാലത്തിൻ്റെ അപ്പുറം. ഓ വന്നല്ലോ, ഇത് ഇവിടെ നിന്ന് തോപ്പുംപടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലായിട്ടാണ് ഒരു ട്രിപ്പ് വന്നേക്കണം. ഫസ്റ്റ് ട്രിപ്പ് ഇട്ടാ, കിട്ടിയാൽ കിട്ടി. റഡാറാണ്, റഡാർ. ഈ കൊല്ലത്തെ ആദ്യത്തെ ട്രിപ്പാണ് ഗൈസ്. യെസ്, ഓൾ റിക്വസ്റ്റ് വർ ടേക്കൺ, പ്ലീസ് ട്രൈ അഗെയിൻ. പോയി ഭാഗ്യമില്ല. തോപ്പുംപടിയിൽ നിന്നാണ് വന്നേക്കണം. അപ്പോൾ തൊട്ടടുത്ത് വണ്ടികളുണ്ടാവും. ഈ ഏരിയയിൽ അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് ട്രിപ്പ്. സോ ലെറ്റ്സ് ഗോ ടു പാലത്തിൻ്റെ അപ്പുറം. ഇവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, ജെറ്റിട്ടായിരിക്കും തന്നെ, സ്ട്രെച്ചർ ഓടായതുകൊണ്ടേ. രാജഗിരി വാലി ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് എങ്ങോട്ടേക്കാ തിരിക്കണ്ടേന്ന് അറിയില്ല കേട്ടോ. അത് ഇവിടെ ഇട്ടി നോക്കട്ടെ. ആണ് എൻ്റെ ദൈവം, ഇതെന്താ? പോയി പിക്കട്ടെ. ദിസ് വണ്ടി വാട്ടാറിയോട് പോയി, എന്നെ ഒന്ന് വിട് പുറത്തേക്ക്. ആയിക്കോട്ടെ മാ, ഇടിച്ചു കൂട്ടോ. ലെറ്റ്സ് ഗോ. ടു മിനിറ്റ്സ് അപ്പുറത്താണ് നിൽക്കണത്. ഇനിയിപ്പോൾ ഒരു ഓൺലൈൻ ഡ്രൈവിങ് ഇറങ്ങാൻ പോണ ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഊബർ ആപ്പ് ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ ലൈവായിട്ട് കാണാം കേട്ടോ. എനിക്കിത് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ നൈസായിട്ട് എല്ലാം കണ്ടും സെറ്റാക്കിയതാണ്. ഇതാണ് തോപ്പുംപടി ഗൈസ്, തോപ്പുംപടി. കറക്റ്റ് ആപ്പ് നമ്മളെ കൊണ്ടുപോയിക്കോളും ലൊക്കേഷനിലോട്ട്. നമ്മൾ ഇത് നോക്കി അങ്ങോട്ട് പോയാൽ മതി. കസ്റ്റമർ കയറുമ്പോൾ പിന്നെ അടിച്ചു കൊടുക്കുക, കസ്റ്റമറെ കയറ്റുക, ഇതൊക്കെ തന്നെ സിമ്പിൾ പരിപാടി. വണ്ടി ഓടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നൈസായിട്ട് ഇറങ്ങാൻ പറ്റിയ പരിപാടിയാണോ. ചില ദിവസങ്ങളിൽ വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റാതെ മൂലക്കിട്ട് കിടന്നുറങ്ങാനും പറ്റും. ട്രിപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ, ട്രിപ്പ് ഇല്ലെങ്കിൽ ചെയ്യാണ്. ഇത് നമുക്ക് അയ്യോ പോവും എനിക്കാകെ അപ്പം മതി ചേട്ടാ, ഞാൻ കയറ്റിക്കൊണ്ടോയിക്കോളാം.
ചേട്ടാ ഞാനും കൂടി ഒന്ന് പോട്ടെ. 668. ഗൈസ് ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തിട്ട് അവരെ കൊണ്ടാക്കട്ടെടാ. 334 രൂപയാണ് കാണിച്ചത്. രാജഗിരി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കാക്കനാട് സൈഡായിരിക്കും. ഇതാണ് ലൊക്കേഷൻ ടാ. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ക്ലോസ് ചെയ്തില്ല. മേഡത്തിന് ഞാൻ ഇറക്കി. ആൻഡ് നമ്മുടെ വണ്ടി ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതൊരു മലമ്പ്രദേശമാണ്. മലമല്ല, മലപ്രദേശം. എൻ്റെ മോനെ സീൻ. ആണ് CNG ഗുണം. പെട്രോളൊന്നും നൈസായിട്ട് മാറ്റാൻ പറ്റില്ല നമുക്ക്. CNG അങ്ങോട്ട് വലിയൂല. ഹാഫ് ക്ലച്ച് ചെയ്തിട്ടേ വലിയല്ലാണ്ടാ. ബാക്കോട്ട് പോയപ്പോൾ പോയതാ. നേരെ പെട്രോളിലോട്ട് മാറ്റുക. ഹാഫ് ക്ലച്ച് ചെന്നിട്ടില്ലേ ഇങ്ങോട്ട് ഇന്നലെ സർവീസിന് കൊണ്ടേ കയറ്റിയിട്ടാണ്. അടുത്താണ്ട പെട്രോളിലോട്ട് കയറ്റിയപ്പോൾ ഭയങ്കര വലിച്ചിലാണ്ട. CNG സീനാണ്. അപ്പോൾ 470 റുപ്പീസ് കിട്ടി. കംപ്ലീറ്റ് യൂഗർ ഗോ. മാഡം കുറച്ച് കലിപ്പിലായിരുന്നു കേട്ടോ. എന്നോടല്ല, മാഡം ഫാദറിനായിട്ട് എന്തോ കലിപ്പായിരുന്നു. സ്നേഹത്തോടെയുള്ള കലിപ്പാണ്. നമുക്ക് എന്തായാലും മാഡത്തിന് ഒരു 5 സ്റ്റാർ തന്നെ ഇട്ട് കൊടുത്തേക്കാം. സ്നേഹമുള്ള മാഡമാണ്. കാരണം അച്ഛനെ കെയർ ചെയ്യണത് കേട്ടിട്ട് അങ്ങനെ തോന്നിയിട്ടാ. അതുകൊണ്ടാണ്. ദൈവമേ, ഞാൻ ഏതിലെ കൂടിയാണ് വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇത് ഏതാ സ്ഥലം? ഓക്റ്റീവ് ബേസ്. ഫുൾ മലപ്രദേശത്തൂടെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഇത് പെട്രോളോട് മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടി വെറുതെ കൂളായിട്ട് കയറി പോകണ്ടിട്ടാ. CNG കിടന്നിട്ട് വെറുതെ അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് 470 റുപ്പീസാണ് നമുക്ക് കിട്ടിയത്. 10:45 ഓക്കെ. വി ആർ വെയിറ്റിംഗ്. അയ്യോ, അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാടാ. ഇത് എവിടെ കൊണ്ട് നിർത്തും? ഏതാണ് ഈ സ്ഥലം? ഒരു പെടുത്തില്ല. കാക്കനാടാണ്. കാക്കനാട് ഉൾഭാഗത്താണ്ടാ. എവിടെയെങ്കിലും കൊണ്ട് നിർത്താം. ഈ സൈഡിലോട്ടൊക്കെ നമ്മുടെ വാഗനറൊക്കെ എടുത്ത് വരുമ്പോൾ മാക്സിമം പെട്രോളിട്ട് ഓടിക്കാൻ നോക്കാടാ. അല്ലെങ്കിൽ കുഴിയിലോട്ട് പോവും. വണ്ടി വലിയൂലേ, അതാ പ്രശ്നം. ഇവിടെ ഒരു ചായക്കടയുണ്ട്, പക്ഷേ ഇവിടെ നിർത്താൻ പറ്റില്ല നമുക്ക്. അവരുടെ കച്ചവടം പോവും. സോ നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് നീക്കി നിർത്താടാ. ഇവിടെ നിന്ന് ട്രിപ്പ് കിട്ടലൊക്കെ ശോകമായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കിവിടെ വന്നിട്ട് ഞാനിവിടെ ഒരു കിടപ്പ് തുടങ്ങി. ഒരു 1.5 മണിക്കൂർ അവിടെ പോസ്റ്റ്. നമുക്ക് ഈ റോട്ടിൽ നിന്ന് പുറത്ത് ചാടാം. പിന്നെ CNGയിലോട്ട് മാറ്റാം. ഏറ്റത്തിൽ മാത്രമേ ഇത്തിരി സീനുള്ളൂ. പിന്നെ അങ്ങോട്ട് ഓടിക്കോളും. CNGയിലോട്ട് കൺവേർട്ട് ആയിടാ. ഇവിടെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ടും പെട്രോളും CNG ഒക്കെ കൺവേർട്ട് ആവും. എളമ്പത്തുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം, കൊച്ചി ഡിഫൻസ്. ഫസ്റ്റ് കസ്റ്റമറാണ്. ഒന്നും സംസാരിച്ചില്ല. ചില കസ്റ്റമറൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല മൈൻഡായിരിക്കും. നമ്മളോട് സംസാരിക്കും. ചില കസ്റ്റമർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെവർ മൈൻഡാണ്. ആരും മിണ്ടേന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു കസ്റ്റമറായിരുന്നു ഇത്. പക്ഷേ കസ്റ്റമർ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഒച്ചപ്പാടായിരുന്നു. അതായത് ഫാദറിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വർഷത്തെ ട്രിപ്പ് മാടം കലിപ്പിലാണ്. ഇത്ര നേരം ഇവിടെ ഒരു ട്രിപ്പ് വരാത്തണ്ട. ഇവിടെ ട്രിപ്പേ വരില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. ട്രിപ്പില്ലാത്ത ഏരിയയാണ്. എന്നാലും വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊരിഞ്ഞടിയായിരിക്കോട്ടെ. ഇൻഫോ പാർക്കല്ലേ. ഇപ്പം എല്ലാവരും വർക്കിന് കയറി. ഇനിയിപ്പോൾ ആരും ഇല്ല പോകാനൊന്നും. ഇവിടെ നിന്ന് എങ്ങോട്ട് മാറ്റും? എവിടെയെങ്കിലും കൊണ്ടിടാം.
അവിടെ കൊണ്ടിട്ട് നമുക്ക് കിടന്നുറങ്ങാം ഗൈസ്, അതാ നല്ലത്. കണ്ട, വേറെ ഏത് വർക്കിന് പറ്റും ഇങ്ങനെ ഒരു ട്രിപ്പ് എടുക്കുക, കിടന്നുറങ്ങുക, അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണതാണ്. റിലാക്സ് ആണ്, നടുവൊക്കെ നിവർത്തുക, കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുക, അടിപൊളി. ചിലപ്പോൾ വൈകുന്നേരം വരെ കിടക്കേണ്ടി വരും കേട്ടോ. ഒരു മച്ചാൻ ബാക്ക് അടിച്ച് പോയി പാർക്ക് ചെയ്യണ്ട കേട്ടോ, സ്ഥലം കിട്ടിയതുകൊണ്ടാണ്. അതാണോ വണ്ടി വളച്ചതാണ്. വണ്ടി പെട്ടെന്ന് പാസ് ചെയ്യപ്പോഴേ അതാണ് പിന്നെ റിവേഴ്സ് എടുത്ത് അവിടെ വരെ. എവിടെ വീട്? എവിടെ? ആലുവ. ആലുവ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് കണ്ടപ്പോ പെട്ടെന്ന് കണ്ടപ്പോ സംസാരിച്ച് നോക്കിയതാ. പെട്ടെന്ന് ട്രിപ്പ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നതാണ്, നൈസായിട്ട് ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോണായിരുന്നു. കാണാൻ വേണ്ടി ഒന്ന് ഞാൻ വണ്ടി ബാക്ക് അടിച്ചപ്പോ പാർക്കിംഗ് കിട്ടിയപ്പോ പാർക്കിംഗ് ഇട്ടല്ല, കണ്ടുപോ ചവിട്ടി ബാക്ക് ഇട്ടതാണ്. താങ്ക് യു ബ്രോ, വീഡിയോ കാണാൻ കുഴപ്പമില്ലല്ലോ. ഓക്കെ ബ്രോ. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മളെ കണ്ടിട്ട് നിർത്തിയാണ് വണ്ടി. നമ്മളെ കണ്ടപ്പോ മച്ചാൻ വണ്ടി നിർത്തിയിട്ടാ. ഇതൊക്കെ കാണുമ്പോ താങ്ക് യു ഇതൊക്കെ കാണുമ്പോ സന്തോഷം കേട്ടാ. ആലുവയിലുള്ള ഒരു മച്ചാനാട്ടാ, പുള്ളിക്ക് ട്രിപ്പ് കിട്ടിയിട്ട് എല്ലാ വണ്ടി കണ്ടിട്ട് നിർത്തി ബാക്ക് അടിച്ചാ. ഞാനിപ്പോ വെറുതെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണായിരുന്നത്, ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ കാണുമ്പോ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് കുറെ പച്ചമാര് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ആയിക്കോട്ടാ, ഖത്തറിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും UK എന്നൊക്കെ. അടിപൊളി, ഭയങ്കര സന്തോഷം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണത് ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സംഭവം ട്രിപ്പ് ഒന്നും വന്നില്ല ഗൈസ്. 11:11 അരമണിക്കൂർ ഇവിടെ പോസ്റ്റ് അടിച്ച് വെറുതെ കളഞ്ഞിരിക്കുന്നു. നമുക്ക് ലെറ്റ്സ് ഗോ അപ്പുറത്ത് എവിടെയെങ്കിലും. ഇവിടെ നിന്നാലേ നിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. 12:45 ഇറങ്ങണത്. എൻ്റെ വീഡിയോ കാണുന്ന മച്ചാമാരൊക്കെ പറയും എൻ്റെ അടുത്ത്, ബ്രോ കുറച്ച് നേരമെങ്കിലും നിന്ന് നോക്ക് ബ്രോ എന്ന് പറയും. എനിക്ക് നിൽക്കാനുള്ള ക്ഷമ സത്യത്തിലില്ല. എന്നാലും ഞാൻ 10:30 കംപ്ലീറ്റ് ചെയ്ത ട്രിപ്പ് ഇപ്പോൾ 1.25 മണിക്കൂർ ഞാനിവിടെ നിന്നിട്ടാ, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല ട്രിപ്പ്. മച്ചാൻ ഇവിടെ വന്ന് കിടക്കണ. ഞാൻ വിചാരിച്ച് വണ്ടിയായിട്ട് പോയിന്നു. ഇനി ഇവിടെ നിന്നൊക്കെ ട്രിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരവും. എല്ലാവരും ഉറക്കത്തിലാണ്ടാ, ഉച്ച ഉറക്കം. ഓ മൈ ഗോഡ്, എന്തൂരം വണ്ടിയല്ല. വണ്ടി ഇവിടെ ഉണ്ട് കേട്ടാ, ആരും പോണില്ലേ. നമ്മക്ക് നൈസായിട്ട് സ്ഥലം വിടാം ഗൈസ്. വണ്ടി ഒന്ന് മൂപ്പിച്ചെടുത്താണ്. CNG കയറ്റിട്ടേ അങ്ങോട്ട് കേറാത്ത പോലെ വണ്ടി ഒന്ന് സെക്കൻഡ് ഇട്ടൊന്ന് വലിപ്പിച്ചതാണ്. കുറച്ച് CNG കത്തട്ടെ. ഒരു ട്രിപ്പ് തരൂ ഗൈസ്. നമുക്ക് ലെഫ്റ്റിലോട്ട് പോയിട്ട് റൈറ്റിലോട്ട് കയറാം. വന്ന വഴി ഒരിക്കലും പോകരുത്. പിന്നെ തൃപ്പൂണിത്തറ സൈഡിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഗൈസ്, തൃപ്പൂണിത്തറ സൈഡിൽ പോവാം, റൈറ്റിലോട്ട് തന്നെ പോവാം. തൃപ്പൂണിത്തറയെന്നൊക്കെ അടി ഉണ്ടാവോ? എൻ്റെ ദൈവം, പോവാനൊരു സ്ഥലവും ഇല്ലല്ലോ. ഇങ്ങോട്ട് പോവുക, റൈറ്റ് ഓർ ലെഫ്റ്റ്? റൈറ്റിലോട്ട് പോയാൽ പാടി കേട്ടോ, ലെഫ്റ്റിലോട്ട് തന്നെ പോവാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, റൈറ്റിലേക്ക് പോവാം. ദൈവമേ, കുഴിയിലാണോ ചോടിയത്? അതുകൊണ്ട് കയറി ചേട്ടാ. എല്ലാവരും ഓണടിക്കുന്നുണ്ട്. ഒന്നും നിർത്തിത്തോ? ഇല്ല, ആരും നിർത്തൂല.
ചെക്ക് ചെയ്തിട്ട് പോവാട്ടോ. ഹെയർ ചെക്ക് ചെയ്തിട്ടുണ്ട് 34. ഇതെനിക്ക് തോന്നണം ഫുള്ള് ഇറക്കി കളയണേന്ന് തോന്നുന്നു. വണ്ടി ഓടിച്ചിട്ട് ഭയങ്കര ചാട്ടം. ഓക്കെ 34 ലിറ്ററുണ്ട് പറ്റി. ഫുൾ ചെക്കിങ് ആണ്. ട്രിപ്പിൾ അടിച്ചാണ് പോയേക്കണത്. നമുക്ക് ഇന്നൊരു ട്രിപ്പിലിട്ട് ഇന്ന് വൃത്തികെട്ട ദിവസം ഉണ്ടാ. ആ പമ്പിൽ ഞാൻ എപ്പോൾ പൈസ കൊടുത്താലും മേടിക്കൂലടാ. പക്ഷെ അവർ അല്ലേ വർക്ക് ചെയ്യണല്ലേ, അവർക്ക് ടിപ്പ് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കണ്ട. ചില പെട്രോൾ പമ്പിൽ റൂൾസ് ഉണ്ട് ടിപ്പ് മേടിക്കരുതെന്ന്. അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ മേടിക്കൂലേ. ഞാനൊക്കെ ടിപ്പ് വരുമ്പോൾ അയ്യോ വേണ്ട സാറേ എന്നൊന്നും ഞാൻ പറയാനൊന്നുമില്ല. ടിപ്പോ ഓക്കെ ഓക്കെ ആ സാധനമൊക്കെ എന്ത് പറയാനാണ്. എൻ്റെ ദൈവമേ, നമ്മക്കിന്നെ ഒരു ട്രിപ്പ് താടേ. മറ്റുള്ള ആപ്പ് എന്താണ് ഓണാക്കാത്തതെന്ന് ചോദിക്കണവരോട്. മറ്റുള്ള ആപ്പ് ഓണാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ പ്രയോറിറ്റി കുറയണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഓണാക്കാനുള്ള ആ ആപ്പ്. ഇനി ഓട്ടം തന്നില്ലെങ്കിൽ എനിക്ക് ഓണാക്കിയേ പറ്റുള്ളൂ. അതിലൊക്കെ ഓട്ടം കുറവാണ് കേസ്. ഊബറിനെ സംബന്ധിച്ച് ഊബറിലാണ് ഏറ്റവും കൂടുതൽ ട്രിപ്പ് അടിക്കണം. ഈ യാത്രയും ഒലയിലൊക്കെ ഓട്ടം ഭയങ്കര കുറവാണ്. ഞാൻ വാഴക്കാലയിലാണ് ഇപ്പം നിൽക്കണത്. ഇവിടെ നിന്നൊക്കെ ശരിക്കും ട്രിപ്പ് വരേണ്ടതാണ്. ഇത് കണ്ടോ, എല്ലാ വണ്ടികളും വെറുതെ റെസ്റ്റ് ഇൻ പീസാണ്ടാ. ബസ്സും കാത്തിക്കാതെ നിങ്ങൾക്ക് കാറൊക്കെ ബുക്ക് ചെയ്ത് പോകാൻ പാടില്ലേ? അവരൊക്കെ ബസ് കാത്തിക്കണേ. എവിടെയെങ്കിലും കൊണ്ട് മൂലക്ക് പാർക്ക് ചെയ്തിട്ടിട്ട് കിടന്നുറങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ ആകെ 357 രൂപക്ക് 650 രൂപക്ക് CNG അടിച്ചിട്ടുണ്ട്. ഫുള്ളാക്കിയിട്ടുണ്ട്. 10-30 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 357 രൂപയാണ് കിട്ടിയേക്കണത്. അവസ്ഥ. അവിടെ ഒരു കടയുണ്ട്. ആ കടയുടെ സൈഡിൽ എവിടെയെങ്കിലും പോയി നൈസായിട്ട് പാർക്ക് ചെയ്തിട്ടേ അവിടെ കിടന്നുറങ്ങാം. റെക്കോർഡ് ആവണ്ടെന്ന് നോക്കിയതാണ്ടാ. അങ്ങനെ വഴിക്ക് വാ. മഴക്കാലം റെഡി ടൗൺ പ്ലാസയിലേക്ക്. അവിടെയാണ് നിൽക്കണത്. ബാക്കടിച്ച് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ തന്നെ നിൽക്കണേട്ടാ. ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് അടി വന്നേക്കണത്. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ പിക്ക് ചെയ്യട്ടെ. കസ്റ്റമറെ കാണിക്കണം ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ ഉള്ളിലൊന്നും ഇല്ലല്ലേ. എൻ്റെ പൊന്നോ ഗൈസ്, ഒരു സീനായിരുന്നേട്ടാ. ഇതും ഒറ്റക്കൊരു മേട വരുന്ന കയറിയത്. പക്ഷെ എൻ്റെ പൊന്നെ ഫുള്ള് ഡിപ്രഷൻ അടിച്ച് ആകെ ഇടങ്ങേറായിരിക്കണ ഒരു കസ്റ്റമർ ആയിരുന്നേട്ടാ. ഞാൻ ഒന്നും മിണ്ടില്ല ഗൈസ്. മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ആരാടാ എന്നോട് മിണ്ടാരെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ. പൊന്നോ, ആരെയൊക്കെ തെറിയൊക്കെ വിളിക്കണ്ടായിരുന്നു. എന്നാൽ ഞാനിതിൻ്റെ ഫ്രണ്ടിലുണ്ട് എന്നുള്ള ഒരു ചിന്ത അതൊന്നും ഇല്ലടാ. എന്തോ വലിയൊരു ഡിപ്രഷൻ അടിച്ച് നടക്കണ ഒരു ബിസിനസ് മേഡമാണ്. ക്രൗൺ പ്ലാസയിലാണ് ഞാൻ കൊണ്ട് ഇറക്കിയത്. ആർക്കിട്ടോ നല്ലോണം കിട്ടിയിട്ടുണ്ട്. എനിക്ക് 290 റുപ്പീസാണ് കിട്ടിയേക്കണേടാ. അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് കിട്ടേണ്ടതാണ്. പക്ഷേ എൻ്റെ പൊന്ന് കൈസ്, പോണ വഴിക്ക് വല്ലൊരു മട്ടൻ ചാടി വല്ല കുഴിയിലോട്ട് ഞാൻ ജസ്റ്റ് ഒരു ടയർ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഓരോന്നാറി നിന്നോടെ മര്യാദക്ക് നോക്കി ഓടിക്കാൻ പറഞ്ഞ അവസാനമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഗൈസ് ഞാൻ ട്രിപ്പ് ചോദിച്ചില്ലടാ. ശരിക്കും തിരിച്ചത് കിട്ടുമായിരുന്നത്. ഞാനത് ചോദിച്ചില്ല, എനിക്ക് വേണ്ട, വെറുതെ ആയിരിക്കണൊക്കെ. എന്തായാലും ആർക്കിട്ടോ നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇത് തെറി നമ്മുടെ വണ്ടി കയറിയിരുന്നത് തെറി വിളിച്ചതുകൊണ്ട് ഞാൻ റേറ്റിംഗ് ഒരു 3. ഭയങ്കര ഒച്ചപ്പാടായിരുന്നു ഗൈസ്. കോൺവെർസേഷൻ ഒരു റേറ്റ് 2 കൊടുത്താൽ മതി. പച്ചത്തെറി വിളിച്ചത്, അതുകൊണ്ട് ആ റേറ്റിങ്ങിൽ ഞാൻ കൊടുക്കണേണ്ട 2 ആണ്. ഇന്ന് ഭയങ്കര കലിപ്പാണ്ട മേഡങ്ങൾ. എല്ലാ മേഡവും ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഡ്രൈവർമാർ എന്ത് ചെയ്യും? പറയൂ. ക്രൗൺ പ്ലാസിലാണ് നടക്കണം. ദൈവമേ, ഇനി എൻ്റെ ട്രിപ്പ് ചിലപ്പോൾ അത് തന്നെ ആയിരിക്കോട്ടെ, വാഴക്കാലിലേക്ക്. ഞാൻ എടുക്കില്ല. എന്തോ ടെക്സ്റ്റൈൽ ഷോപ്പുള്ള ഒരു മേഡമാണ് എന്തായാലും. ഞാൻ ഈ മേഡത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചാലടെ. ഞാൻ തള്ളി മറിക്കണല്ല, എന്താണ് പ്രശ്നം എന്നുള്ളത് തള്ളി മറിക്കണല്ല. നിങ്ങൊന്ന് കേട്ടിട്ട് വാ. ഒരാഷ് കളറിലോ എന്ത് എടാ മയില്, അതല്ലേ ഞാൻ നിനക്ക് ലേസ് കട്ട് ചെയ്തന്നേ. ശരിക്കും വലിയ ബിസിനസ്മാനുകളൊക്കെ ഇങ്ങനെയൊക്കെ കിടന്ന് അനുഭവിക്കണ കാണുമ്പില്ലേ, നമ്മളൊക്കെ അപ്പോൾ എന്ത് സ്വർഗത്തിലാണ്. ആണാ സ്വർഗം. എന്താ സുഖം, കിട്ടണേം കൊണ്ട് ജീവിച്ചു പോകുമ്പോഴുള്ള സുഖം. ഇതുപോലെ നമുക്കൊന്നിനും ഒരു ഇതില്ല അല്ലേ. നമ്മളിങ്ങനെ നൈസായിട്ട് തിന്നാ. ഇത്ര വലിയ ക്രൗൺ പ്ലാസയിൽ വന്ന് റൂം കൊടുത്ത് കിടന്ന് വണ്ടിയിലിരുന്ന് പച്ചത്തെറി ആരെയും. എൻ്റെ പൊന്നെ, ഞാൻ കൊച്ചിയിലുള്ള നമ്മുടെ ലോക്കൽസ് പോലും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. എന്നാതെറിയായിരുന്നു. എന്നാ ഒരു ഇതിന് ചിന്തിക്കാല എന്നാ ഞാൻ ഒരു ഡ്രൈവർ ഫ്രണ്ടിലുണ്ട് എന്ന്. എവിടെ ചിന്തിക്കാൻ, ഭയങ്കര തെറി. എൻ്റെ അമ്മോ ഒച്ചത്തെറി കേട്ടവൻ എന്തായാലും തിരിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേടാ. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യപ്പോൾ. ഇതാണ് കാശ് കൂടിയാലുള്ള കുഴപ്പം. കിട്ടണേക്കെ തിന്ന് നൈസായിട്ട് പോകാൻ വെച്ചാൽ പോലെ വെറുതെ പണക്കാരനായി. ഇതേണ്ട സമാധാനമില്ല. വേണം പറയണേണ്, വേറെ ആരോ വിളിച്ച് പറയണായിരുന്നു. ഞാൻ 2 ദിവസമായിട്ടൊന്നുമല്ല ഉറങ്ങാത്തത്. ഞാൻ 1 മാസമായിട്ട് ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഇത്ര സ്റ്റാഫ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. എന്താണ് എല്ലാവരെയും നോക്കാൻ ഞാൻ ഒരാൾ മാത്രമാണ് ഉള്ളത്. മറ്റേതാണ് മറിച്ചതാണ്. എൻ്റെ പൊന്നെ, എന്തൊക്കെയാണ് പറയണത്. അതാ പറഞ്ഞത്, ഇത്രയൊക്കെ കാശുണ്ടാക്കിയിട്ടും സമാധാനം ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടാ? ജീവിച്ച് പോകാനുള്ള ഉണ്ടാക്കി സമാധാനത്തോടെ ജീവിച്ചാൽ പോരെ. ഇട്ട് തരും. 12:30 മണിയായി. 1 മണിക്ക് ഞാൻ ഫുഡ് കഴിക്കും. എൻ്റെ സബ്സ്ക്രൈബർമാർ എൻ്റെ അടുത്ത് പറഞ്ഞ ആരോഗ്യം കളഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കരുതാണ്. ഞാനതുകൊണ്ട് കറക്റ്റ് 1 മണിക്ക് ഊബർ ഓഫാക്കി ഞാൻ ഫുഡ് അടിക്കും. ഗൈസ്, ഒരു ട്രിപ്പ് വന്നിട്ട് ഇപ്പം 5 മിനിറ്റ്സ് അപ്പുറത്ത് നിന്നാണ് വന്നേക്കണേടാ. വില്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ്. എടുത്തേക്കട്ടെ. എൻ്റെ അമ്മോ, ആ മേഡത്തിൻ്റെ ട്രിപ്പല്ല, ഭാഗ്യത്തിന്. സീറ്റ് ബെൽറ്റ്, ഈ റിമൈൻഡർ ഉള്ളതുകൊണ്ട് സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം ഇടയ്ക്ക് വിട്ടുപോയാലും നമ്മൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ എടുത്തിട്ടോളും. പല മൈൻഡായിട്ട് കിടക്കുന്ന ആൾക്കാരാണല്ലോ. എല്ലാവർക്കും ഒരു തെറ്റ് പറ്റും സീറ്റ് ബെൽറ്റ് ഇടാതെയൊക്കെ. ഈ സൗണ്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും ഇട്ടോളും. സർക്കസ് കാണിക്കല്ലേ. ഷോക്ക് വിട്ട് മാറിയിട്ടില്ല. നല്ല മാർക്ക് കാണാൻ പോയിട്ട് അതിൻ്റെ അപ്പുറം എനിക്ക് വണ്ടി ഓടാൻ പറ്റിയില്ല. എന്ത് പടമാണ്, ഫുള്ള് വയലൻസ്. എനിക്ക് ഏറ്റവും കൂടുതൽ സീനായത് കൊച്ചിനെ തലക്കടിച്ച് പോലെയുള്ളൊരു സീനുണ്ട് ഗ്യാസ് ഊറ്റിക്ക്. എൻ്റെ പൊന്നോ, ചെത്തറിച്ചുള്ള സീനാണത്. അത് കുഞ്ഞാവൊക്കെയുള്ള ആൾക്കാർക്കൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല അത് വിഷ്വല്. എനിക്കത് കണ്ടപ്പോൾ ഞാനാകെ മെൻ്റലി ഡൗണായി പോയി. അതാണ് ഇന്നലെ ഓടാനത്. ആ പടം കണ്ടിട്ട് എൻ്റെ കിളി പോയി. എന്താ എടുത്ത് വെച്ചേക്കണത്. ഷോ, ഞാനതെല്ലാവരെയും റെക്കമെൻഡ് ചെയ്യൂലടാ. മനസ്സിന് ശക്തിയില്ലാത്തവരൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലേ കിളി പറന്നു. ഞാൻ പോയപ്പോൾ മൊത്തം പെണ്ണുങ്ങളായിരുന്നു. എൻ്റെ അമ്മ അതിൽ ഫുള്ള് ഗേൾസ് ആയിരുന്നു. പെണ്ണുങ്ങളൊക്കെ കണ്ടിരിക്കണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കണം. ഈ ഗ്യാസിനടിച്ച് പോലണേ കാണുവേ
ബാക്കിൽ നിന്നൊക്കെ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് പറയാനാ, എനിക്ക് തന്നെ സീനായി പോയി. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പ്രായമായിട്ടുള്ള ചേട്ടൻ, ഞാൻ ഒറ്റക്കാണ് ആ പടത്തിന് പോയത്. തൊട്ടടുത്തിരുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ഞാൻ നോക്കിയപ്പോൾ അയ്യോ അയ്യോ ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കണം. അതില് ചില സീനൊക്കെ മറ്റേ ഒരു പെണ്ണുമ്പിള്ളയുടെ കവിള് പിടിച്ചിങ്ങനെ ഒരു വലിക്കണ സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ ടെററാണ്. നിങ്ങൾ എന്തായാലും കണ്ടോട്ടോ. ഞാനിങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. മറ്റേ റോങ് ടേണിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരു തീമിലല്ലേ പോണത്. പക്ഷെ അതിനെക്കാട്ടൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഈ പടം എടുത്ത് വെച്ചേക്കണത്. OTT വരുമ്പോൾ വേറെ എന്തോ സംഭവങ്ങളൊക്കെ കൂടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് ദൈവത്തിനറിയാം. ഇത് തന്നെ കണ്ടിട്ട് കിളി പോയി. ഇനി രക്ഷയില്ല. പടം വെറുതെ മേക്കിംഗ് ഒക്കെ വെറുതെ ഒരു രക്ഷയില്ലട്ടോ. എൻ്റെ പൊന്നോ, ഹാറ്റ്സ് ഓഫ്. മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ പോയിരുന്ന് കാണുക, ഇത്രേ എനിക്ക് പറയാറുള്ളൂ. ഈ വഴിയിലാണ് മോനെ അടുത്ത മേഡമാണ്. ഇത് മേഡം അല്ല കേട്ടോ, ഇത് മേഡം അല്ല, ഏതൊരു ഇതാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. ചിലപ്പോൾ ഈ വർഷം ഫുള്ള് ആദ്യം കയറിയത് കലിപ്പ്, രണ്ടാമത് കയറിയത് കലിപ്പ്, ഇനി മൂന്നാമത് കയറണ ദൈവമേ എൻ്റെ തല അടിച്ച് പൊളിക്കോ. കലിപ്പോട് കലിപ്പാണല്ലോ ഇന്നത്തെ ദിവസം. എൻ്റെ ഈ വർഷം പോയി എന്നാ തോന്നണത്. ലൊക്കേഷൻ എത്താറാകുമ്പോൾ ഇപ്പം ടെൻഷനാണ്. ദൈവമേ ആരായിരിക്കും കയറണത്. എല്ലാം വള്ളി കസ്റ്റമേഴ്സായിട്ട് ഇപ്പം നമുക്ക്. നമ്മൾ എവിടെ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ തിരിച്ച് കറങ്ങി എത്തിയിട്ടാ. 159 റുപ്പീസ് എനിക്ക് കിട്ടി. 170 രൂപ ആ മേഡത്തിൻ്റെ നിന്ന് മേടിച്ചു. ഇതും ഒരു മേഡം തന്നെയായിരുന്നു, പക്ഷെ നീറ്റായിരുന്നു കേട്ടോ. എനിക്ക് തോന്നണത് നേവൽ ഓഫീസറാണെന്ന് തോന്നണത്. അയ്യോ നോക്കാവോ. യെസ്, നേവൽ ബേസിലോട്ട് കയറിപ്പോയിട്ടാ. ഇപ്പം നമ്മൾ 715 രൂപ ഒപ്പിച്ചിരിക്കുന്നു. സമയം 1 മണി കേട്ടോ. 3 ട്രിപ്പ്. 10 മണിക്ക് നമ്മൾ തുടങ്ങി 1 മണിക്കുള്ളിൽ 700 രൂപ ഒട്ടിയിടണം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു 100 രൂപ തിന്ന് തീർക്കും. 3 കിലോമീറ്ററിനപ്പുറത്ത് എൻ്റെ വീടുണ്ട്. വേണമെങ്കിൽ വീട്ടിൽ പോയി കഴിച്ചാലോ. പോകുന്ന വഴിക്ക് ട്രിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് പോവും. അല്ലെങ്കിൽ നമുക്കിവിടെ പോസ്റ്റ് അടിച്ച് വെറുതെ 100 രൂപ എടുത്ത് തിന്നണേക്കാൾ നല്ല വീട്ടിൽ പോയി വെള്ളം എന്താന്ന് വെച്ചാൽ തൊട്ട് നോക്കിയിട്ട് വരാം. കഴിച്ചോട്ടാ. അപ്പാപ്പൻ ബിവറേജിലേക്ക് ഓടുന്ന ഓട്ടമാണ് കൗട്ട കടിക്കാൻ വേണ്ടി. വടിയായാണിപ്പം സ്കൂൾ ബസ് ഇടിച്ച് കൗട്ട കടിക്കാൻ വേണ്ടി ഓടി ഓട്ടം കണ്ട. നമ്മുടെ ടർബോയിൽ കയറി നൈസൊരു ബിരിയാണി അടിച്ചിട്ടാ. ടർബോ മൊബൈൽസിൻ്റെ തൊട്ടിപ്പുറത്തെ കടയിൽ നിന്ന് അവിടെ നിന്ന് ബിരിയാണി അടിച്ച് കുറച്ചു നേരം അവിടെ സംസാരിച്ചിരുന്നു. എന്നിട്ട് എനിക്ക് ഊബറിൽ ട്രിപ്പ് അടിച്ചില്ലടാ. അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരാൾ മട്ടാഞ്ചേരിയിൽ നിന്ന് വിളിച്ചേക്കണം. എടപ്പള്ളി പള്ളിയിൽ നിന്ന് കൊണ്ടുകൊണ്ട് പോകണമെന്ന്. അപ്പ് ആൻഡ് ഡൗൺ ആണ്ടാ. ഈ അട്ടുച്ചയൊക്കെ ആകുമ്പോൾ ഒരു ഉറക്ക ക്ഷീണം വരും നമുക്ക്. ബിരിയാണിയും കൂടി കഴിച്ചു കഴിയുമ്പോൾ നൈസ് പാട്ടൊക്കെ വെച്ച് അങ്ങോട്ട് ഫുൾ വോളിയത്തിലിട്ട് അങ്ങോട്ട് ഓടിച്ചേക്കണം. നേരെ പോവാട്ടോ. ആ വഴിയും പോവാ ഈ വഴിയും പോവാ. കൊച്ചിയിലുള്ളവർക്ക് എല്ലാ വഴിയും മനസ്സിലാവും. ആദ്യമായിട്ട് വന്നവരൊന്നും ഇതിലേ കൂടിയൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴച്ചെന്ന് ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ലടാ. മട്ടാഞ്ചേരിയുടെ ഉള്ളുവഴി എന്നൊക്കെ പറഞ്ഞ സീനാണ്. അത് ഞാനൊരു ദിവസം പോയിന്റ് ഓഫ് വിഷൻ POV ഡ്രൈവ് ചെയ്യാട്ടോ. അപ്പോൾ മനസ്സിലാവും. ഡ്രൈവ് ചുട്ടത് മരുമോനിക്ക.
കാപ്പിരി മുത്തപ്പൻ ഉണ്ടോ? ഇതാണ് കാപ്പിരി മുത്തപ്പൻ. ഇതിനെപ്പറ്റി അറിയണമെന്ന് താല്പര്യമുള്ളവരില്ലേ, ജസ്റ്റ് കാപ്പിരി മുത്തപ്പൻ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു വെറുതെ നിങ്ങൾ ചിരിക്കും, കോമഡിയാണെന്ന് പറഞ്ഞ് ചിരിക്കും നിങ്ങൾ. ഞാനതുകൊണ്ട് പറയണ കാപ്പിരി മുത്തപ്പ കാത്തോളണേ. എല്ലായിടത്തും നമ്മൾ പ്രാർത്ഥിക്കോട്ടാ. നമുക്ക് ഇന്ന ദൈവം അന്ന ദൈവം എന്നൊന്നുമില്ല. എല്ലാ ദൈവങ്ങളോടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. കൊച്ചി റൈഡർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. നമ്മ നൈസായിട്ട് മാറ്റി കൊടുത്താൽ മതി പാവങ്ങള്. ആണ്ടാ ചേട്ടൻ്റെ ചിരിയാണ്ടാ ബാക്ക് അടിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പാ സംഭവം ശരി പോരുന്നു. പിന്നെ വെറുതെ റിസ്ക് എടുത്ത് അവരെ നശിപ്പിക്കണം എന്തിനാണ്? അതുകൊണ്ടാണ് നൈസായിട്ടൊന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ അയക്ക ചിരിച്ചാണ്ടാ എന്ത് ഹാപ്പിയായി. നമ്മളടുത്ത് മാറ്റട വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാവും. അതിനാണ് നല്ലത് നൈസായിട്ട് ഇങ്ങനെ പയ്യെ ചിരിച്ചും കളിച്ചൊക്കെ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോവാ. ജൂ ടൗണിൽ കണ്ടാൽ പോലെ തിരക്കാണ്, ഇപ്പോഴും തിരക്കാണ്. 3-ാം തീയതി ആയിട്ടും തിരക്ക് മാറിയിട്ടില്ല. സൺഷൈൻ. ഭാഗ്യത്തിന് മഴ പെയ്തില്ല, അല്ലെങ്കിൽ ആ സ്റ്റാറൊക്കെ പോയാനെ. ചേട്ടാ കുറച്ച് സൈഡ് തരൂ എൻ്റെ മുന്നേ. വെസ്റ്റ് കണ്ണാ വെസ്റ്റ് പോല് പോവും. നൈസാണ്. ഇതിങ്ങനെ കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൂടി പോകാൻ ഒന്ന് നീട്ടി ഓണടിച്ചാണ്. എല്ലാവരും ഗസ്റ്റിനായിട്ട് പാർക്കാൻ വേണ്ടി ജയ്പുള്ള സ്ഥലത്തിട ഉണ്ടാകുന്ന ദൈവത്തിനറിയാം. ഐസപ്പാ ജയ്പുറോനെ പിക്ക് ചെയ്തേട്ടാ. ഐസ് ജയ്പുറോനെ പിക്ക് ചെയ്തിട്ടാ. കാലിന് വയ്യാത്തൊരു ചേച്ചിയാണ്. ഇനി നേരെ എടപ്പള്ളിയിലേക്ക് കണ്ട ഗൈസ്. എടപ്പള്ളി പോയിട്ട് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് ഗോ. ബ്രോ ചായ കുടിക്കാൻ പോയാലോ? ബ്രോ പിന്നെ ചായ കുടിക്കാൻ വിളിച്ചിട്ടില്ലല്ലോ. ഒരു ചായ കുടിക്കാൻ നേരെ മലക്കപ്പാറയിലൊക്കെ വാങ്ങണം. ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകണ്ട. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നൈസായിരിക്കും. ഗൈസ് അങ്ങനെ മട്ടാഞ്ചേരിയിൽ നമ്മുടെ ചങ്ങായിനെ കൊണ്ട് ആക്കിയിട്ടാ. എല്ലാം കഴിഞ്ഞ് സെറ്റായി. അവിടെ ഷൂട്ടിങ് നടക്കണം. മട്ടാഞ്ചേരിയിലാണ് നിൽക്കണത്. ജൂ ടൗണിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എടാ അപ്പോൾ മച്ചാമാരെ ഇന്ന് വീഡിയോയിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. 745 റുപ്പീസ് നമ്മൾ ഊബർ ഓടി ഉണ്ടാക്കി. ഇത് ജയ്ബ്രോ എന്നാണ്ട 1500 റുപ്പീസ് ജയ്ബ്രോ എന്നിട്ടാ. അപ്പോൾ നമ്മൾ ഇന്ന് 2300 ആ സംതിങ് ഒപ്പിച്ചിട്ടാ. അതായത് 10 മണിക്ക് ഇറങ്ങി 6 മണിക്കുള്ളിൽ 2000 റുപ്പീസ് ഞാൻ ഡെയിലി ഒപ്പിക്കും, അല്ലെങ്കിൽ രക്ഷയില്ല. പേഴ്സണൽ ഓട്ടങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ച് പോകുന്നത് കേട്ടോ. പിന്നെ കുറേ നേരം നമ്മൾ ടർബോൻ്റെ അവിടെ പോയി ഓണാക്കി നിന്നിട്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മച്ചാൻ വരെ ഇന്നത്തെ വ്ളോഗ് ഇതായിരുന്നു. എന്തായാലും ചെറിയൊരു വ്ളോഗായിരുന്നു, പക്ഷെ അത് വലിയ കാഴ്ചകളുണ്ടായിരുന്നു. ഇന്ന് കലിപ്പ് പിടിച്ച ദിവസമായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ആണ് ശാന്തമായത്. വൈകുന്നേരം ആയപ്പോഴാണ് ശാന്തമായത്. ജയ്ബ്രോ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ശാന്തമായത് ട്രിപ്പൊക്കെ. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ പൊളിച്ചിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ വഴി കൂടി വരുമ്പോൾ ജൂ ടൗണിൽ സ്ട്രൈറ്റ് ഈ വഴി കൂടി വരുമ്പോൾ നോക്കി വരണം. കാരണം ഇവിടെ വെച്ചാണ് എനിക്ക് ഫസ്റ്റ് പഞ്ചർ കിട്ടിയേക്കണത്. കാരണം ഭദ്രാവതി വണ്ടികളൊക്കെ ഈ വഴി കൂടിയാണ് കൂടുതലും വന്നത്. അപ്പോൾ മച്ചാമാരെ ജൂ ടൗണിലോട്ട് കയറുമ്പോൾ നിങ്ങൾ നോക്കുക, ആണി ഉണ്ടാവും കേട്ടോ. ഭദ്രാവതി വണ്ടികൾ വരുമ്പോൾ ഈ ആണികളെ എങ്ങനെ വീഴണമെന്ന് എനിക്ക് കൊടുത്തില്ല, പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് കിട്ടി. 2-3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടിയിലല്ല, ബുള്ളറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് പണിത് സെറ്റാക്കി ഇട്ടേക്കണാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നണം.
എന്നാലും ശ്രദ്ധിക്കാം. ആടാ ഭദ്രാവതി വണ്ടി കിടക്കണുണ്ടോ അവിടെ? ഭദ്രാവതി മീൻസ് ഈ ആക്രിയില്ലേ കണ്ടോ, അറ്റത്ത് കിടക്കണുണ്ടോ? ഇതേപോലെ ആക്രി വണ്ടികൾ കൂടുതലും വരുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ വെച്ചാൽ ഇനി അധികം വലിച്ചു നീട്ടി കുളമൊക്കൊന്നുമില്ല. കണ്ട ഇതൊക്കെ കണ്ട, ഇത് ബിയറിൻ്റെ സംഭവങ്ങളാണ്, ബിയറിൻ്റെ കുപ്പികൾ. ഈ ഏരിയ ഫുള്ള് ഇതാണ്, ആണികൾ കൂടുതലുണ്ട് ഇവിടെ. ഇതിലെ കൂടി വരുമ്പോൾ സൂക്ഷിക്കുക. ജൂ ടൗൺ ആണ് സ്ഥലം, ജൂ ടൗൺ ഇങ്ങേയറ്റോ കേട്ടോ. അപ്പോൾ ചാമരെ അധികം വലിച്ചു നീട്ടി ഇനി കുളമൊക്കുന്നില്ല. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബ്ബായിട്ടാ. പിന്നെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. വേറൊന്നും പറയാനില്ല. ഇന്നത്തെ വ്ളോഗ് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഡം കലിപ്പിലാണ്. ബബ്ബായി.